ഹായ് ഹലോ എം.ആർ പൾട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇല അതൊരു ചീരയാണ്. നമ്മൾ വീട്ടിലേക്കൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കുന്നതാണ്. അത് ഉപ്പേരിക്കും അതുപോലെ തന്നെ കറി വെക്കാനൊക്കെ ഈ ചീരേൻ്റെ ഇല തണ്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ കോഴികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചീര എടുക്കുകയാണ് കേട്ടോ. അത് തണ്ടോട് കൂടിയിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി വെക്കുകയാണ് ഞാൻ ചെയ്യാറ്. അതിനുവേണ്ടി നമ്മൾ ചീര പൊട്ടിച്ചെടുത്ത ചീര ഞാൻ നന്നായിട്ട് ചെറിയ രീതിയിലല്ല, അത്യാവശ്യം അവർക്ക് കൊത്തിയാൽ കിട്ടുന്ന രീതിയിൽ തന്നെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ BV380 കോഴികൾക്ക് ഞാൻ ആ ചീരേൻ്റെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് അത്യാവശ്യം എല്ലാ ഇലകളും ഞാൻ നാടൻ കോഴിക്ക് കൊടുക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട്. അവരത് നന്നായിട്ട് കഴിക്കാറുമുണ്ട്. അവർക്ക് ഈ പപ്പായേൻ്റെ ഇലയൊക്കെ നന്നായിട്ട് കഴിക്കുന്ന കൂട്ടത്തിലാണ് ഇവർ. പിന്നെ ഇപ്പം ഞാൻ രാവിലെ ഞാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക നമ്മുടെ കോഴിമക്കൾക്കുള്ള ഫുഡൊന്ന് റെഡിയാക്കി വെക്കും കേട്ടോ. ഇപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വെള്ളം ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കാൽസ്യം വൈറ്റമിൻ സിറപ്പും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പിന്നെ മക്കൾക്കുള്ള ഫുഡിലേക്ക് ഞാൻ കുറച്ച് എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്രോവറാണ് ഞാൻ കോഴിമക്കൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പിന്നെ പാത്രത്തിലേക്ക് അവരെ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിൽ നമ്മളെ ഈ പിന്നെ മരുന്ന് ഒഴിച്ച വെള്ളം നന്നായിട്ട് ഒന്ന് കുതിർത്തെടുക്കുന്നുണ്ട്. അത് പിന്നെ അല്ലാണ്ട് കൊടുക്കുന്ന സമയത്ത് അവർ ഈ പറഞ്ഞ പോലെ തന്നെ ആ പ്ലേറ്റിലൊക്കെ കയറി നിന്നിട്ട് ചിന്തി പെറുക്കി അതൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് നന്നായി കുഴച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ വെള്ളം അവർ പിന്നെ കുടിവെള്ളമായിട്ട് ആ പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കോഴിക്കുട്ടികളൊക്കെ ഒന്ന് തുറന്ന് വിട്ടതാണ് കേട്ടോ. ഫുഡിന് അത് കൂട്ടുകിടന്നിട്ട് അവരെ തമ്മിൽ അങ്ങോട്ട് ഫുഡ് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുകൂടി ഭയങ്കര തിരക്കാണ് ഇവർക്ക് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഞാൻ ആദ്യം ഇവർക്കുള്ള ഫുഡങ്ങ് സെറ്റാക്കി കൊടുക്കും. ഇവരെ നമ്മളിപ്പോൾ ഈ മൊത്തത്തിൽ പച്ച നെറ്റിട്ട് പിന്നെ റെഡിയാക്കിയ കൂടിൻ്റെ ഉള്ളിൽ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഭാഗം ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരെ ഞാൻ മറ്റുള്ള കോഴികളെ കൂടെ അതിഥികളെ കൂടെ വിടാറില്ല. പിന്നെ കൊത്ത് കിട്ടുന്നതിനും പിന്നെ കാക്കേൻ്റെ ഒക്കെ ശല്യവും അങ്ങനെയൊക്കെ ഉള്ളതിനെ കൊണ്ട് ഇവർക്ക് ആ നെറ്റിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ചെറിയൊരു രീതിയിൽ ഞാൻ നെറ്റ് വെച്ചിട്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഇവരെ ഇടാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ തീറ്റ കൊടുത്ത് പിന്നെ ഞാൻ ഈ കൂട്ടിലേക്ക് തന്നെ ആക്കുകയാണ് കേട്ടോ ഇവരെ. അപ്പോൾ ആ തീറ്റ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയം ഇവരും അതിലേക്ക് അങ്ങ് കയറിക്കോളും. ഫുഡിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് അവരങ്ങോട്ട് അതിൻ്റെ പുറകെ തന്നെ അങ്ങ് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫുഡ് എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഇവരെ ഇടുന്ന ആ കൂട്ടിലേക്ക് വെച്ച് കൊടുത്തപ്പം ഇവർ വേഗം തന്നെ അതിൽ കയറി പോയിട്ടുണ്ടോ. രണ്ടാളൊക്കെ വട്ടം തിരിഞ്ഞ് കളിക്കുന്നവരുണ്ട്. ഞാൻ അവരൊക്കെ പിടിച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇവർ നന്നായിട്ട് ഇപ്പോൾ കൊടുക്കുന്ന ഫുഡ് നന്നായിട്ട് അവർ വേസ്റ്റ് ആക്കാണ്ട് നന്നായിട്ട് കഴിക്കും. അതിൽ നന്നായിട്ട് എല്ലാ കോഴിമക്കളും ഭക്ഷണം ആ കൊടുക്കുന്ന ഇത് നല്ല വൃത്തിയിൽ കഴിക്കുന്നുണ്ട്. പിന്നെ ചിന്തി പോക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ നനച്ച് കൊടുത്തത് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ ചിന്തി അവർ കളയുന്നൊന്നുമില്ല. പിന്നെ അവർക്ക് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ അവർക്കുള്ള കൂടങ്ങ് അടച്ചുവെച്ചതാണ് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ നാടൻ കോഴിക്കുള്ള കാര്യങ്ങളൊക്കെ വെള്ളവും കാര്യമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ BV380 കോഴികൾക്ക് അവർക്ക് വേണ്ട അവരെ ഇല കൊത്തി കഴിച്ചതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് ഇല ബാക്കിയുണ്ട്, എന്നാൽ അതിൻ്റെ മേലെ അവർക്കുള്ള ഫുഡും കൂടെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അവർക്ക് ഞാൻ ലെയർ മാഷാണ് കേട്ടോ കൊടുത്തത്. ഇതിപ്പം നമ്മുടെ നാടൻ കോഴിക്ക് വേണ്ടിയിട്ട് ഗോതമ്പും അരി എല്ലാം കൂടി ഒരു പാത്രത്തിൽ തന്നെ മൊത്തത്തിൽ മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ അവർക്ക് ഒരു ദിവസത്തെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഇതിൽ നിന്നാണ് എടുത്ത് കൊടുക്കാറ് കേട്ടോ.
ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അവർക്കുള്ള പാത്രമാണ് ഈ കാണുന്നത്. അതിൽ ഇട്ട് കൊടുത്താൽ ചിന്തിപ്പെറുക്കി പോക്കുകയില്ല. അതിൽ നിന്ന് എല്ലാവരോടും വട്ടം നിന്നിട്ട് അങ്ങ് കുത്തി തിന്നോളുകയും ചെയ്യും. അപ്പോൾ ഇതപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നുറുക്കി വെച്ചത്. കൂടുതലായിട്ട് അരിഞ്ഞ് ഇതാക്കി വെച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ പാത്രത്തിലുള്ളത് നമ്മളെ കുമ്പളങ്ങയാണ് കേട്ടോ. അത് നമ്മളിവിടെ തന്നെ ഉണ്ടായ കുമ്പളങ്ങയായിരുന്നു. അത് പിന്നെ നമുക്ക് കറക്കിയെടുക്കാൻ പറ്റാത്തതിനെ കൊണ്ട് അവർക്ക് തന്നെ പിന്നെ മുറിച്ചങ്ങ് ഇട്ട് കൊടുത്തതാണ്. അവരങ്ങ് കൊത്തി ചെറുതാക്കി അങ്ങ് അവർക്ക് വേണ്ട രീതിയിൽ അവരങ്ങ് കഴിച്ചോളും അത്. അപ്പോൾ നമ്മൾ നാടൻ കോഴീന് ലാസ്റ്റാണ് തുറക്കൽ. അവർ ചെറിയ കോഴിക്കുട്ടികളെ അവരെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ലാസ്റ്റിലേക്കാണ് ഞാൻ നാടൻ കോഴികളെ തുറക്കുക. നമ്മൾ BV380 കോഴികൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഇവരെ അങ്ങ് തുറന്ന് വിട്ടേക്കലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഫുഡിൻ്റെ അടുത്തേക്കൊക്കെ പോയി അവരങ്ങ് കഴിച്ചോളും അത്. ഓരോ ഭാഗത്താണ് ഓരോ ആളുകൾ ഓരോ കോഴികളെയും ഞാൻ ഇട്ടത്. ഇപ്പം നമ്മളെ BV380 കോഴീൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു കമ്പിക്കൂടുണ്ടായിരുന്നു. ആ ഒരു കള്ളി ഒഴിവുണ്ടായിരുന്നു. അതിൽ കുറച്ച് 2-3 പൂവന്മാരും 4 പെടയും അതിലാണുള്ളത്. പിന്നെ ബാക്കി ഉള്ള കോഴികളൊക്കെ ഇതുപോലത്തെ കൂട്ടിലാണുള്ളത്. അപ്പോൾ എല്ലാവരെയും തുറന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഫുഡ് കഴിക്കുന്ന തിരക്കാണ് കേട്ടോ. ഇലയും കൊത്തിത്ത് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ചീരേൻ്റെ ഇലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇതുവരെ ഇപ്പോൾ ഒക്കെ പുറത്ത് വിടുകയാണെങ്കിൽ തന്നെ അങ്ങനത്തെ ചീരയും കാര്യങ്ങളൊക്കെ ഇവർ നന്നായിട്ട് കൊത്തി കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ എരിഞ്ഞിട്ട് കൊടുത്താലും അവരങ്ങ് ആയിക്കോളും അത്. അപ്പം നമ്മളെ ഒരു കോഴി കൂട്ടിലിട്ടിട്ടുണ്ടായിരുന്നു ഞാനതിനെ. അത് പിന്നെ അതിന് ചെറുതായിട്ട് കണ്ണിന് ഒരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ പുറത്ത് വിടാറില്ല. അപ്പം മറ്റുള്ള കോഴികൾ കൂടെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ കൂട്ടിലിട്ടിട്ട് ഇപ്പോൾ ഏകദേശം അത് മാറി വന്നിട്ടുണ്ട്. അപ്പം 2-3 കോഴികൾക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ പകർന്നതാണ് അതിനും. അപ്പോൾ ആ 3 കോഴികളെ ഞാൻ അങ്ങനെ മാറ്റിയിട്ടിട്ട് 2 കോഴികൾ അത് അസുഖം മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ മാറാനുണ്ട്. ഒരു കണ്ണ് അടഞ്ഞിട്ട് തന്നെയാണ് ഉള്ളത്. അതിനും മറ്റേ ഒരു നമ്മളെ പൊടി മരുന്നുണ്ടല്ലോ, അത് വെള്ളത്തിൽ ചാലിച്ച് ഞാൻ നന്നായിട്ട് കണ്ണിൽ തേച്ച് കൊടുത്തതിനെ കൊണ്ട് അതിപ്പം ഏകദേശം മാറി വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് അത് പിന്നെ ഈ 2 കണ്ണിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് മാറി വന്നിട്ട് ഒരു കണ്ണ് നന്നായിട്ട് തുറന്നൊക്കെ വെക്കുന്നുണ്ട്. ഒരു കണ്ണ് മൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ആ മരുന്നൊക്കെ വെച്ചതിന് ശേഷം അത് റെഡിയായി വരുന്നുണ്ട്. എന്നാലും ഇപ്പം ഒന്നും അതിനെ പുറത്ത് വിടാറില്ല. മറ്റുള്ള കോഴികളുമായിട്ട് കലപ്പിലായി പോകുന്നതിന് പേടിച്ചിട്ട് ഇപ്പോൾ കൂട്ടിൽ തന്നെ വെച്ചതാണ് അതിനെ. അതിനുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ഞാൻ കൂട്ടിൽ തന്നെ വെച്ച് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുറച്ചൊക്കെ കൊത്തിപ്പെറുക്കി തിന്നതിന് ശേഷം ഇതുപോലെയൊക്കെ ആക്കി കളഞ്ഞുണ്ട്, ചിന്തിപ്പെറുക്കി കളഞ്ഞുണ്ട്. പക്ഷേ അവർ തന്നെ അത് സൗകര്യപ്രദമായിട്ട് അങ്ങ് തിന്നോളൂ. അപ്പം ഇങ്ങനെയാണല്ലോ, എന്ത് സാധനം വെച്ച് കൊടുത്താലും അവരങ്ങ് ചിന്തിപ്പോക്കും. പക്ഷേ പിന്നെ അവർ തന്നെ ഇപ്പം പിന്നെ അവർക്ക് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഫുള്ള് അങ്ങോട്ട് കൊത്തിപ്പെറുക്കി തിന്നൊന്നുമില്ല. കുറേ അവരതിൽ ഇതിലൊക്കെ നടന്നിട്ടാണ് കഴിക്കുക.